ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ 3 ദിവസത്തിന് ശേഷമാണ് കേട്ടോ അടുക്കളയിൽ കയറുന്നത്. എനിക്ക് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് പനിയും തലവേദന എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം, അതായത് പനി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അന്ന് പോയിട്ട് വൈകുന്നേരം വന്നിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. പിന്നെ ആ കപ്പയും പിന്നെ അത് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കിതറിയില്ല. അത് ഞാൻ മുമ്പ് ഇത് ഞാൻ മുറിച്ചിട്ടുമില്ല, മുമ്പ് ഞാൻ കറി വെച്ചിട്ടുമില്ല. എനിക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പോലും അറിയില്ല. പിന്നെ നമ്മയെല്ലാം സാധാരണ കപ്പയെല്ലാം ചെയ്യുന്നതാണല്ലോ, അതുപോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതിന് നല്ല വഴുവഴുപ്പുണ്ട് കേട്ടോ. മുമ്പ് ഇതിനൊരു പിങ്കിഷും കൂടി ഉണ്ട് തൊലിപ്പുറത്ത്. ഞാൻ അതും കൂടി ഫുള്ള് തൊലി ചെത്തിയിട്ട് ഇതിന്ന് കട്ട് ചെയ്തിട്ടെടുത്ത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കും കട്ട് ചെയ്യും, പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ തൊലിക്ക് കട്ടി കുറവാണ്. പിന്നെ ഇതാണ് മീൻകറി. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ, കുളിക്കാൻ പോയതാണ്. കുളിച്ചിട്ട് വന്നിട്ട് നമുക്കിതിന്ന് കട്ട് ചെയ്യുന്ന പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ഞാനിത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കാത്ത ഭാഗമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു നമ്മുടെ സാധാരണ നമ്മളിങ്ങോട്ടെല്ലാം അച്ചിളെന്ന് പറയും നമ്മൾ, അതായത് അച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വഴുവഴുപ്പില്ല സംഭവമല്ലേ, തോടില്ലാത്തത്, ആ ഒരു സംഭവം. അപ്പോൾ അതിനെ കണ്ടിട്ടാകുമ്പോൾ എൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് അത് കളഞ്ഞു, അതിനെ പുറത്ത് കളഞ്ഞിട്ട് അതിന് ശേഷം അതിൻ്റെ ബാക്കി ഇത്ര ഒരു കഷ്ണം മാത്രമേ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അതന്നെ ആവശ്യത്തിലധികം ഉണ്ട്. നമ്മൾ പിന്നെ 2 പേര് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അത്ര തന്നെ മതി. അപ്പോൾ അങ്ങനെ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എങ്ങനെയാണ് വെക്കലെന്ന് എനിക്കറിയില്ല. അതിന് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കഷ്ണം കഴിച്ചത് സാധാരണ കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെയാണ് അത് കട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ തൊലി ചെത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പണി വെട്ടിന് കേട്ടോ. അത് കത്തിക്ക് നല്ല മൂർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ നല്ലോണം കട്ടി കുറവാണ്, നമ്മുടെ കപ്പ പോലെയൊന്നല്ല. അപ്പോൾ അത് വേഗം നൈസായി നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് അധികം അതിൻ്റെ ആ ഒരു ഫ്ലഷ് കൂടി നമ്മൾ കത്തിയിൽ പോകും. അപ്പോൾ നല്ലോണം സൂക്ഷിച്ച് മാത്രമേ തൊലി ചെത്താൻ പോലും പറ്റുന്നില്ലൂ. വേഗം തന്നെ അത് പോയി ഇങ്ങനെ ഫുള്ള് അതിൻ്റെ ഫ്ലഷ് എല്ലാം പോകുന്നു അങ്ങനെ. അപ്പം ഞാനത് കട്ട് ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയിരുന്ന വീഡിയോസ് എല്ലാം കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലി ഇതാക്കി. അപ്പോൾ ഇതിന് നല്ല വഴുവഴുപ്പ് ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ആ അച്ഛൻ്റെ കിട്ടിയത് ഓർമ്മയായിരുന്നു, ഇങ്ങനെ വഴുവഴുപ്പില്ലതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് മുമ്പ് കഴിച്ചിട്ടില്ല കേട്ടോ, ഞാനിത് യൂസ് ആക്കിയിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ, ആ ഒരു വള്ളിയിൽ ഞെയ്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലുതായിരിക്കും അങ്ങനെയെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലായി, കാരണം ഇത് നല്ല വഴുവഴുപ്പെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിതിനെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കേട്ടോ അതിൻ്റെ തൊലി കളഞ്ഞത്. മറ്റേ നമ്മളെ കൈപ്പിടിയിൽ അത് ഒതുങ്ങുന്നില്ല കേട്ടോ. അപ്പം ഞാനിതൊന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലിട്ടിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പനിയുടെ ആ ഒരു എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. നല്ല ക്ഷീണമെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അമ്മേനെ 100 വട്ടം വിളിക്കേണ്ട സമയം കഴിഞ്ഞു. അമ്മേനെ വിളിച്ചിട്ട് എങ്ങനെ വെക്കല് എന്നല്ല ഞാൻ ചോദിക്കട്ടെ. ഇത് ഞാൻ ഒന്നും ചോദിച്ചിട്ട് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ വെക്കുന്നതാണ്. സാധാരണ കഷ്ണം കഴിച്ചിട്ട് സാധാരണ ഞാൻ കപ്പയെല്ലാം വെക്കുന്ന കണക്ക് തന്നെയാണ് കേട്ടോ ഇത് വെക്കുന്നത്. അങ്ങനെയല്ലാന്ന് തോന്നുന്നല്ലേ, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് വെക്കലുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം ഞാനിത് കുക്കറിലേക്ക് കഷ്ണങ്ങൾ മുറിച്ചിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചു. എന്തെങ്കിലും ഇഷ്ടം പിന്നെ കപ്പയെല്ലാം വെക്കുമ്പോൾ വീട്ടിലെല്ലാം വെക്കുമ്പോൾ തേങ്ങയും കൂടി ഇടും കേട്ടോ വേവിക്കുമ്പോൾ. പക്ഷെ ഞാൻ അങ്ങനെ തേങ്ങ ഓവറായിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കടുക് വറുക്കുന്നില്ലേ, കടുക് വറുക്കുന്നതിന് കടുക്, വെളുത്തുള്ളി, പിന്നെ വിസിൽ ഞാനൊരു 4 വിസിലാണ് കേട്ടോ അടിച്ചത്. കടുക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ ചില്ലി ഫ്ലെക്സിലെ അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ അതിൽ തന്നെ വറക്കുമ്പോൾ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ഇതിലിട്ടിട്ട് ഫുള്ള് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് വെച്ച മീൻകറി വെക്കുമ്പോൾ അതിൽ കടുക് വറുത്തിടും കേട്ടോ. ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പക്ഷെ കറി ടേസ്റ്റാണ്, പക്ഷെ കടുക് വറുത്തിടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതും കൂട്ടി അങ്ങോട്ട് തട്ടി എൻ്റെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മീൻകറിയിൽ ഇങ്ങനെ കാന്താരി മുളകും പിന്നെ പച്ചമാങ്ങ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.